ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നമുക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു. എല്ലായിടത്തും മഴയാണ്, ഫ്ലഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അതേപോലെ നമ്മളെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് മഴ, ഇല്ലെന്നല്ല. പക്ഷേ വലിയ ഭീകരാവസ്ഥ ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ മെറ്റീരിയലൊക്കെ സ്റ്റക്കായി കിടക്കുകയാണ്. പകുതി സ്ഥലങ്ങളിൽ ബാംഗ്ലൂരൊക്കെ ആയിട്ട് കെട്ടിക്കിടക്കുകയാണ്. ഇങ്ങനെ എത്തിയിട്ടില്ല. കൊണ്ടുവരാൻ ഉള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെയും ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് പ്രൊഡക്ഷന് നമുക്ക് ഷോപ്പിലേക്കൊന്നും വെള്ളം കയറും അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി പേരുടെ പാഴ്സലുകൾ നമുക്ക് ഡിസ്പാച്ചിങ് ഡിലേ ആണ്. ഇവിടെ നമുക്കിവിടെ പായ്ക്കായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ നമുക്കത് അയക്കാതെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ പേഴ്സണലി എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കോമൺ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നത് കേട്ടോ. നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. എല്ലാ തവണ ഓണത്തിനും ഞാനിതേപോലെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പേപ്പറും പൊക്കി പിടിച്ച ഒരു വീഡിയോ ഞാൻ ചെയ്യാറുള്ളതാണ്. ഇത്തവണയും അതിനൊരു മുടക്കവും വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ വന്നിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അതായത് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വാങ്ങുന്നത് 50 രൂപയാണ്. ഒരു നോർമൽ പാഴ്സൽ, അതായത് ഒരു കോട്ട് സെറ്റ് അല്ലെങ്കിൽ സിംഗിൾ കുർത്തി എല്ലാം തന്നെ നമ്മൾ മിനിമം ചാർജ് വാങ്ങാറുള്ളത് 50 രൂപയാണ്. അതേപോലെ തന്നെ 3-4 പാഴ്സലൊക്കെ അയക്കാനായിട്ട് നമ്മൾ 100-120 രൂപയൊക്കെ വാങ്ങാറുണ്ട്. ഇത്തവണത്തെ ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള വീഡിയോസിലെല്ലാം തന്നെ അങ്ങനെയാണ് നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ 50 രൂപ വാങ്ങിയിട്ടുള്ള പാഴ്സൽ നമുക്ക് പോയേക്കുന്നത്, ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു, 62-70 രൂപയ്ക്കൊക്കെയാണ് ഒരു സിംഗിൾ പാഴ്സൽ. അതായത് 50 രൂപയ്ക്ക് താഴെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്ന പാഴ്സലുകളെല്ലാം തന്നെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 65-നും 70-നും 75-നും ഒക്കെയാണ്. അപ്പോൾ ഞാനതിൻ്റെ താരിഫിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അവർ റേറ്റ് ഈടാക്കുന്നത് ഡിസ്റ്റൻസ് വെച്ചിട്ട്, എവിടേക്കാണോ നമ്മൾ അയക്കുന്നത് അതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ 50 രൂപയെ താഴെ പൊയ്ക്കൊണ്ടിരുന്ന പാഴ്സലുകളെല്ലാം തന്നെ 65-നും 70-നും മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. താരിഫിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ളത് 50 രൂപയ്ക്കാണ്. പക്ഷേ ഒരു പ്രോഡക്റ്റിന് തന്നെ 15-20 രൂപ എക്സ്ട്രാ കൊറിയർ ചാർജിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വളരെ ചെറിയ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കോഡ് സെറ്റുകളും ഒക്കെ തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും വലിയൊരു കൊറിയർ ചാർജ് കൂടെ നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ നിന്നെല്ലാം നമ്മൾ പൈസ വാങ്ങിച്ചാണ്. ഇനി നിങ്ങളുടെ നിന്ന് വീണ്ടും പൈസ എക്സ്ട്രാ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ റേറ്റിൽ തന്നെ പ്രോഡക്റ്റുകൾ അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നിലവിലുള്ള പാഴ്സലുകളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഇത്രയും വേഗം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ പാഴ്സൽ കിട്ടാത്ത ആൾക്കാർ, ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്ക് ഇതെല്ലാം ഞാൻ 100 രൂപ കൊറിയർ ചാർജ് വാങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അത് 198 രൂപയ്ക്കാണ് നമ്മളിവിടെ നിന്ന് അയച്ചേക്കുന്നത്. അപ്പോൾ ആ നഷ്ടം നമ്മൾ എടുക്കുകയാണ്. ഒരു 100 പാഴ്സലോളം ഇനിയും നമുക്ക് അയക്കാൻ ബാലൻസായി കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട. ഓൾറെഡി എല്ലാവരുടെയും ഇവരെ ചെയ്ത വീഡിയോയുടെ എല്ലാം തന്നെ ഡിസ്പാച്ചിങ് പായ്ക്കായിട്ട് ഇവിടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ പായ്ക്കായിട്ട് ഇവിടെ കിടക്കുകയാണ്. നമ്മളായിട്ട് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ റേറ്റിൻ്റെ കേസിലാണ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെയും നിന്ന് എക്സ്ട്രാ പൈസ വാങ്ങേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ളൊരു റിപ്ലൈ ആയിട്ട് ഈ ഒരു വീഡിയോനെ എടുക്കണേ. അപ്പോൾ ആരുടെയും നമ്മളായിട്ട് ഡിലേ ആക്കുന്നതല്ല. ഇത് ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസിൽ ആണ്. അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും ഇടാത്തത്. കാരണം നമുക്കൊരു റേറ്റ് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. എത്ര റേറ്റിൽ നിങ്ങളുടെ നിന്ന് എത്ര രൂപ വാങ്ങേണ്ടി വരും, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് വെച്ചിട്ടൊക്കെയാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു കറക്റ്റ് ഒരു എമൗണ്ട് എത്ര കൊറിയർ ചാർജ് ആവും എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് പുതിയ വീഡിയോസും നമ്മൾ ചെയ്യാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട്. ഓഫീസ് വെയർ കളക്ഷനൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് നമുക്കിതിലൊരു ക്ലാരിറ്റി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രോഡക്റ്റ് ഇന്നോ നാളെയായിട്ട് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും. പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിസ്സാക്കാണ്ടൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു.